പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഇതൊരു യൂത്ത് ക്യാമ്പാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ. ദൈവം എനിക്കൊരു അവസരം കൂടെ തന്നതിൽ ഓർക്കുമ്പോൾ ഒരു ക്യാമ്പ് ഹോസ്റ്റ് ചെയ്യാനൊക്കെ പറയുമ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തതിനെക്കാട്ടിൽ കുറേ ഓടേണ്ടി വന്നു ഈ പ്രാവശ്യത്തെ ക്യാമ്പിന്. കാരണം നമ്മൾ കുറേ ദൂരെ ആയി. അപ്പം നമ്മൾ വിശ്വസ്തയോടെ നിന്ന ദൈവം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയിലാണെങ്കിലും ഞങ്ങൾ കുറേ ഓടി, എന്നിട്ട് ഓടി സമയങ്ങൾ പോയി ഈ രാവിലെ ഈ സമയത്ത് നിൽക്കാൻ നിങ്ങളൊക്കെ ഈ 9 മണിക്ക് പറഞ്ഞു. 9 മണിക്ക് തന്നെ കടന്നു വന്നതിൽ ഒത്തിരി സന്തോഷം. ഈ യൂത്ത് ക്യാമ്പ് തിശ്വായ യൂത്ത് ക്യാമ്പിലേക്ക് എല്ലാവരും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നേ, എല്ലാവരും ചിരിച്ച മുഖത്തോടൊക്കെ ഇരുന്നേ. ഇതൊരു യൂത്ത് ക്യാമ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സന്തോഷത്തോടെ ചോദിച്ചേ, സന്തോഷമല്ലേ? ചിരിച്ചോണ്ട് പറ. സന്തോഷമല്ലേന്ന് ചോദിക്കുമ്പോൾ തന്നെ ചിരിക്കാതെ സന്തോഷമല്ലേ, ഇങ്ങനെയാണോ? ചിരിച്ചോണ്ട് അങ്ങോട്ട് പോയി കൈയൊക്കെ കൊടുത്തുന്നത് സന്തോഷമല്ലേന്ന് ചോദിച്ചേ. പേരില്ലാത്തവർ എന്നെ നോക്കി പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. ഈ തിശ്വ ഞങ്ങൾ സീസൺ 1 ചെയ്തപ്പോഴത്തേക്ക് പ്രതീക്ഷിച്ചത് ഒരു ക്യാമ്പ്, നമ്മുടെ പരിപാടി കഴിഞ്ഞു, ആ ക്യാമ്പോടെ എല്ലാം ഓക്കെ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ റീസൺലി ആണ് കുറച്ച് ദിവസങ്ങൾ, അതായത് 2-3 മാസത്തിന് മുമ്പാണ് നമ്മൾ തിശ്വ ക്യാമ്പ് വീണ്ടും ചെയ്യണം. കാരണം തിശ്വ സീസൺ 1 പങ്കെടുത്ത പല പിള്ളേരും അച്ചാ ഈ വർഷം ക്യാമ്പില്ലേ എന്നുള്ള ചോദ്യം, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നപ്പോൾ ഞങ്ങളോട് ദൈവം പുതിയൊരു തീം തന്നു, ഡിസ്കണക്ട് ദ വേൾഡ് ടു കണക്ട് വിത്ത് ഗോഡ്. അതായത് ഞാൻ വിശ്വസിക്കുന്നു, കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ IPC ഗോസ്പൽ സെൻറ്ററിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, നമ്മളും ദൈവവുമായിട്ടൊരു കണക്ഷൻ. ദൈവം നമ്മളെ നോക്കുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആണോ, നമ്മൾ ഡിസ്കണക്റ്റ് ആയിട്ട് നിൽക്കുവാണോ, അങ്ങനെയൊക്കെ ചില തോട്ടുകൾ അന്ന് ദൈവം എന്നെ കൊണ്ട് പറഞ്ഞായിരിക്കും. ഒരു പക്ഷേ ഈ വർഷത്തെ ഒരു ക്യാമ്പിന് തീം എടുക്കാൻ വേണ്ടി. പക്ഷേ ഇങ്ങനെ ഞങ്ങൾ തീമിനെ പറ്റി ചർച്ചയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നൊരു തോട്ടാണ് ഡിസ്കണക്ട് ദ വേൾഡ് ടു കണക്ട് വിത്ത് ഗോഡ്. എന്ന് വെച്ചാൽ ലോകമോഹങ്ങളെ വിട്ട് ദൈവസന്നിധിയിലേക്ക് അടുക്കുക. ഇന്നത്തെ തലമുറയിൽ എല്ലാവരും ലോകമോഹങ്ങളിലേക്ക് ഓടുന്നുണ്ട്, എന്നാൽ ദൈവസഭയിലും നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ലോകമോഹങ്ങളിലേക്ക് ഓടുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ദൈവസഭയിൽ കുറച്ച് സമയങ്ങളെ നമ്മൾ സ്പെൻഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ലോകത്തിൽ ഉള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് അതിൽ ഇൻഫ്ലുവൻസ് ആകുന്നു. അതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകുന്നു. നമ്മുടെ തലമുറകളൊക്കെ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ലോകമോഹങ്ങളിലേക്ക്. നമ്മൾ ഓർക്കും നമ്മൾ അതൊക്കെ എൻജോയ്മെൻ്റ് ആണ്, ആ എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് സഭയിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഫുൾ ആക്റ്റീവാണ്, ഫുൾ പവറാണ് എന്നൊക്കെ ചിന്തിച്ചാണ് ഒരു പക്ഷേ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ എവിടെയൊക്കെയോ അത് ഹോണ്ട് ചെയ്യും. കാരണം എവിടെയൊക്കെയോ നമ്മളെ അതിനെ പിടിച്ചു വലിക്കും. നമ്മൾ ചില സമയത്ത് കുറ്റബോധം തന്നെ തോന്നും. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച അതൊക്കെ ചെയ്തിട്ടാണല്ലോ കർത്താവേ. അത് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്, ദൈവം നമ്മളെ വിളിക്കുകയാണ്, മോനെ അരുത്, അങ്ങനത്തെ ചിന്തകളിലേക്ക് പോകരുത്, അങ്ങനത്തെ വാക്കുകളിലേക്ക് പോകരുത്. പക്ഷേ ഇത് നമ്മൾ ദിവസം തോറും ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും അത് നമ്മുടെ ഒരു ലൈഫിലെ ഒരു ദിനചര്യയായി പോകും. അതുകൊണ്ടാണ് ഈ വർഷത്തെ ക്യാമ്പിന് തീമായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്, ഡിസ്കണക്ട് ദ വേൾഡ് ടു കണക്ട് വിത്ത് ഗോഡ്. എത്ര പേർക്കറിയാം തിശ്വ എന്ന വാക്കിൻ്റെ അർത്ഥം? തിശ്വ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞുതരാം. മടങ്ങി വരിക എന്നൊരു അർത്ഥം വരുന്ന ഹിബ്രു പദമാണ് തിശ്വ എന്നുള്ളത്. എല്ലാവരും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക, അല്ലെ ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ മടങ്ങി വരിക, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി മടങ്ങി വരിക എന്നൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അതേ ഹിബ്രുവിൽ മടങ്ങി വരിക എന്ന അർത്ഥം വരുന്നൊരു പദമാണ് തിശ്വ. തിശ്വ സീസൺ 2 ഒരിക്കൽ കൂടി കടന്നു വരുന്ന എല്ലാ യൗവനക്കാരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും യൂത്ത് ഫോർ ക്രൈസ്റ്റ് അലോണിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കാനായിട്ട് IPC ഗോസ്പൽ സെൻറ്റർ കറുകച്ചാലിലെ സഭാ ശുശ്രൂഷകനാണ് പാഷങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. പാഷങ്ങൾ സിബിച്ച് പാഷങ്ങളെ ഈ സമയത്ത് മുമ്പോട്ട് വിളിക്കുന്നു. പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. എല്ലാ ദൈവമക്കളും, എല്ലാ കുഞ്ഞുങ്ങളും കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇന്നത്തെ നമ്മുടെ ഈ കൂടിവരവ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തെ സ്പർശിക്കുവാൻ, നമ്മുടെ ജീവിതം വലിയ അനുഗ്രഹമായി മാറ്റപ്പെടുവാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തിന് അതരങ്ങൾ തുറന്ന് സ്തോത്രം ചെയ്ത്
നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്താം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്നൊരു സമയം ദൈവത്തിൽ നാം ഒരുമിച്ച് കർത്താവിന് മഹത്വം കരയേറ്റി ദൈവത്തിന് സ്തോത്രങ്ങളെ അർപ്പിച്ച് സ്തുതികളെ അർപ്പിച്ച് ദൈവത്തിൽ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തിക്കൊണ്ട് ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ വലിയ നാമത്തെ ഞങ്ങൾ വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽ വേളയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ പ്രിയ മക്കൾ അവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് കൊടുത്തതായ ആ വലിയ കാഴ്ചപ്പാടനുസരിച്ച് ഈ കർത്താവെ ക്യാമ്പിൻ്റെ രണ്ടാമത്തെ വർഷത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് പകൽ വേളയിൽ അവിടുത്തെ സ്ഥലമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ ഇന്ന് പകൽ അവിടുന്ന് പകരുമാറാകണം. കർത്താവിനെ സ്ഥലേക്ക് അവിടുന്ന് കൂട്ടിവരുത്തിയ നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അറിയുന്നല്ലോ, എല്ലാവരുടെ ഹൃദയങ്ങളെ അറിയുന്നല്ലോ, അവരുടെ ഭാവി അവിടുന്ന് അറിയുന്നല്ലോ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രാരംഭ സമയം തുടങ്ങി അത് കഴിയുന്നതായ ആ സമയം വരെയും ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവത്തിലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യോടന്തം പരിശു നടത്തുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് കർത്താവെ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ മക്കളെ ഓരോരുത്തരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിൽ കർത്താവെ ഗായിക സംഘത്തെ ഏൽപ്പിക്കുന്നു. അവർ പാടുന്ന പാട്ടുകളെല്ലാം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വളരെ അനുഗ്രഹമാക്കി തീർക്കണമേ. ഇതിൻ്റെ മറ്റേ ഓരോ കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് ക്ലാസ്സുകൾ എടുക്കുന്നതായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവരെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, കൂടി വന്ന എൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കോണം ഇടയാക്കേണ്ടതിനായിട്ട് നല്ല ക്ലാസ്സുകൾ, നല്ല വചന ചിന്തകൾ, നല്ല ആലോചനകൾ പ്രാപിച്ച് കർത്താവിൽ ബലപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കേണ്ടതിന് ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ കർത്താവെ അവിടുത്തെ സല്ലേക്ക് ഒരുക്കുമാറാകണമേ. ഏകാഗ്രമാക്കേണ്ടതിന് അവിടുത്തെ കരം പ്രവർത്തിക്കുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിലേർപ്പെട്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ, മൈക്കിൻ്റെ ആയിരിക്കുന്ന ക്രമീകരണങ്ങൾ, അതുപോലെ കർത്താവെ മറ്റ് സിസ്റ്റങ്ങളെല്ലാം അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാം അനുഗ്രഹമാക്കി അവിടുന്ന് സഹായിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയും കൃപയും അധികമായി അവിടുന്ന് പകർന്ന് അവിടുന്ന് സഹായിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കഴിഞ്ഞ വർഷം വർഷിപ്പിന് ലജോ പത്രോസ് എന്ന് പറഞ്ഞ ആളായിരുന്നു. അച്ചാച്ചൻ ഇപ്പം നല്ല ഒരു സുഹൃത്താണ്. അപ്പം ഈ വർഷത്തെ ക്യാമ്പിന് നമ്മൾ ആരെ വിളിക്കുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറേ യൗവനക്കാരെ മനസ്സിൽ വന്നു. കുറേ ദൈവത്തിന് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ശോഭിക്കുന്ന കുറേ പേര് മനസ്സിലേക്ക് വന്നു. അപ്പം ഞങ്ങളൊരു 3-4 പേരേ ഉള്ളൂ ഇതിൻ്റെ ബാക്ക് എൻഡിൽ മെയിനായിട്ട് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ഇപ്പം ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു, കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഓൺലൈൻ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ ക്രിസ്ത്യ ഗാനങ്ങളിലെ പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും ഒക്കെ ആത്മാവിൽ അന്ന് കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും വീട്ടിലായിരുന്നപ്പോൾ സമയത്ത് ഞാൻ അങ്ങനെയാണ് കൂടുതലായിട്ട് ശൈലസ് അച്ഛനെ പരിചയപ്പെട്ടതും കണ്ടതും. അച്ഛൻ ഓരോ തോട്ട്സ് കാണുന്നതും ഒക്കെ ഈ യൂത്ത് സൂം മീറ്റിങ്ങിലൂടെയായിരുന്നു കൂടുതലായിട്ട്. ഞാനും അച്ഛനെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഒത്തിരി സന്തോഷം. ഈ വർഷത്തെ ക്യാമ്പിലേക്ക് ശൈലസ് അച്ഛനെ കൊണ്ടുവരുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. വർഷിപ്പിനായി നമ്മളെ സമയത്തിനെ വേർതിരിക്കുകയാണ്. എല്ലാവരും ഇന്നൊരു ദിവസം നമ്മൾ ദൈവസന്നിധിയിലേക്ക് വേറിട്ട് ഇരിക്കുകയാണ്. ദൈവം നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ പകൽക്കാലം നിങ്ങളെയൊക്കെ കൊണ്ടുവന്നത്. ഒരു പക്ഷേ ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളെ കൊണ്ടുവരണം, നിങ്ങൾ വരണം. പക്ഷേ ഫൈനൽ ഡിസിഷൻ അതൊക്കെ നിങ്ങളുടെയാണ്. ഞാനിന്ന് പോകണോ? ഞാൻ ശാലയിൽ ഇന്നലെ കേട്ടായിരുന്നു, 3 കുഞ്ഞുങ്ങളുടെ സ്നാനമാണ്. അപ്പം പറഞ്ഞു കേട്ട് ഒരു കുഞ്ഞിൻ്റെ സ്നാനം കാരണം അങ്ങനെ ഓരോരുത്തരെ ഡിപ്പെൻഡായി മാറും. പക്ഷേ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വേറിട്ടൊരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. അത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം എന്ന് പറയുമ്പോഴും അത് നമ്മുടെ ഈ ഒരു ദിവസം നമ്മുടെ വില്ലിങ്നെസ് ആണ്. നമ്മൾ ദൈവസന്നിധി കൊടുക്കുന്ന സമയം, ദൈവത്തിന് കൊടുക്കുന്ന ആത്മാർത്ഥ ഹൃദയത്തോടുള്ള പ്രാർത്ഥന, അതിനൊക്കെ ദൈവം വലിയ കണക്കിടും. കാരണം നമ്മുടെ ചെറിയ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ദൈവം വലിയ മറുപടി തരും. കാരണം അതിനൊക്കെ വലിയ ഉദാഹരണമാണ്. ഞാൻ ഇന്ന് മീറ്റിങ്ങിൻ്റെ അവസാനം ഒരു ചെറിയ ടെസ്റ്റ് മണി പറയാനോട് ആഗ്രഹിക്കുന്നുണ്ട്.
എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വർഷിപ്പിനായിട്ട് നമ്മൾ ശൈലസച്ചന് ടൈം കൈമാറുകയാണ്. എല്ലാവരും കരങ്ങളെ അടിച്ച് പ്രിയ കർത്തൃദാസനെ ക്ഷണിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൈകളെല്ലാം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ആമേൻ. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കർത്താവ് നമ്മെ അവരെയും ബലപ്പെടുത്തട്ടെ. പ്രത്യേകാൽ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന റോഷൻ കർത്താവിൻ്റെ ദാസനോട് കർത്താവിനെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചേ, എല്ലാവരും ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേന്നേ. എന്തുവാടാ ഒന്ന് ചിരിക്കടേ ഒന്ന്. എല്ലാവരും ഒന്ന് ചിരിക്കുക, കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ചിരിക്കുക. നിങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി ഇരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ, സോ നമ്മളിവിടെ കൂടിയിരുന്ന് കർത്താവിനെ ആരാധിക്കാനാ. നിങ്ങൾക്ക് എത്ര പേർ കർത്താവിനെ ആരാധിക്കാൻ ഇഷ്ടമാണ് കർത്താവിനെ ആരാധിക്കാൻ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജോബിനോർത്ത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് സമയം ഞങ്ങൾ ഒരുമിച്ച് കൂടി കർത്താവിനോട് നിൽക്കാൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ്, സഹോദരിമാരുടെ എല്ലാം ഉണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഫസ്റ്റ് സെക്ഷനാണല്ലോ. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തൊടട്ടെ. ആമേൻ. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിച്ചു കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന്? പ്രാർത്ഥിച്ചായിരുന്നോ? ആരെങ്കിലും പ്രാർത്ഥിച്ചായിരുന്നോ അങ്ങനെ? കർത്താവെ ഇന്ന് എന്നെ ഒന്ന് തൊടണമെന്ന് പ്രാർത്ഥിച്ചോ? എന്ന് എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചോ? അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേട്ട ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുന്നവരെ കേൾക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് കർത്താവിനറിയാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവിനറിയാം. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനറിയാം. അങ്ങനെയുള്ളൊരു ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയും കണ്ട ദൈവമാണ്. ആ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ റോഷൻ ബ്രോ പറഞ്ഞ കാര്യത്തിൽ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നടന്ന മീറ്റിങ്ങുകളെ കുറിച്ച് ഞാൻ ഓർക്കുവാണ്. ആ സമയത്ത് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലായി. ഒരു റൂമിനകത്ത് നമ്മളെല്ലാം ഇരിക്കേണ്ടതായ അവസ്ഥ വന്നു. പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു മനുഷ്യനെ പുറത്തിറങ്ങി കാണാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ അന്ന് വരെ ഇല്ലാത്ത ബന്ധങ്ങളുടെ ആഴത്തിലേക്ക് നമ്മൾ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. മറ്റേത് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് മമ്മി ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് നമ്മളെ സ്കൂളിൽ വിടും. നമ്മൾ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരും. അപ്പം നമ്മൾ ഒരു ദിവസം പപ്പനെ മമ്മീനെ കാണുന്ന സമയം വളരെ കുറവായിരുന്നു. നമ്മുടെ സഹോദരങ്ങളെ കാണുന്ന സമയം വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലോക്ക്ഡൗണിൻ്റെ സമയമായപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു തുടങ്ങി. ആ സമയത്ത് നമ്മൾ പോലും അറിയാത്ത സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് വെളിപ്പെട്ടു വിടുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പോലും ചിന്തിക്കാത്ത സ്വഭാവങ്ങൾ. എനിക്കിങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്ന നിലവാരത്തിൽ ദേഷ്യവും സങ്കടവും പിണക്കവും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു വന്ന സമയമാണ്. ആ സമയങ്ങളിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി തീരുമാനമെടുത്തു. ഒരുപാട് പേര് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഒരുപാട് പേര് തകർന്നു, തരിപ്പണമായി. ഒരുപാട് പേര് ആങ്സൈറ്റിയിലായി, വറിയിലായി, മനസ്സുകൊണ്ട് മുറിഞ്ഞു. ഒരുപാട് പേര് തെറ്റായ ബന്ധങ്ങളിലേക്ക് പോയി, ഒരുപാട് വീഴ്ചകളിലേക്ക് പോയി. അങ്ങനെ തകർന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്താണ് ഈ സൂം മീറ്റിങ്ങുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ മീറ്റിങ്ങുകൾക്കായിട്ട് തുറന്നു വന്നേ. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് കർത്താവ് എനിക്കും അതിനുള്ള ഭാഗ്യം തന്നു. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് മീറ്റിംഗ് നടത്തുവാണ്. അപ്പോൾ ഈ ഡിവൈസുകളിൽ പല കുഞ്ഞുങ്ങൾ പല വീടുകൾക്കകത്തിരുന്ന് ജോയിൻ ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ അവരുടെ എല്ലാ റൂമിനകത്തേക്ക് കർത്താവ് ഇറങ്ങി വരുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റേ നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത് എവിടെ വരുമ്പോഴാണ്? നമ്മൾ ഹോളിൽ വരുമ്പോൾ, നമ്മുടെ ആരാധന സ്ഥലത്ത് വരുമ്പോൾ, കൺവെൻഷന് പോകുമ്പോൾ, മാസയോഗത്തിന് പോകുമ്പോൾ ഒക്കെയായിരുന്നു നമ്മൾ ഈ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്. എന്നാൽ ആ ദിവസങ്ങൾ ഞാൻ നോക്കിയപ്പോൾ ഓരോരുത്തരും വീട്ടിലേക്ക്, അവരുടെ ബെഡ്റൂമുകളിലേക്ക്, അവരുടെ ഹോളുകളിലേക്ക്, അവരുടെ കിച്ചണുകളിലേക്ക് എല്ലാം ഈ ദൈവസാന്നിധ്യം ഇങ്ങനെ ഇറങ്ങി വരുന്നു. അവരെ ദൈവം സ്പർശിക്കുന്നു. ദൈവമായിട്ട് അവരുടെ ഹൃദയം കണക്റ്റ് ആകുന്നു. അനേക കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നു. അനേകർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനപ്പെടുത്തി. ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന അനേക കുഞ്ഞുങ്ങൾ, അനേക യുവാക്കന്മാർ, പൗരുഷനിലേക്ക് ഉപയോഗിക്കപ്പെടുന്നവർ എല്ലാം ആ സമയത്താണ് ഞങ്ങളോട് പ്രാർത്ഥിച്ച് കർത്താവുമായിട്ട് ബന്ധത്തിൽ വന്ന് ശുശ്രൂഷിക്കാട്ട് ഇറങ്ങിയത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ സമയം കഴിഞ്ഞു. ഇന്നും കർത്താവ് അതേ ദൈവം നമ്മുടെ കരം പിടിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കരം പിടിക്കും. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം ഉറപ്പിക്കും. ആമേൻ. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല, മീറ്റിംഗ് നടത്തുന്നവർക്കറിയത്തില്ല, റോഷൻ ചാൻ അറിയത്തില്ല, പ്രൈസ് ദി ലോർഡ് പ്രസംഗിക്കുമ്പോൾ ദേവദാസന്മാർക്ക് അറിയത്തില്ല. കർത്താവിന് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാം. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് ദൈവത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ മുമ്പിൽ തുറന്ന ഹൃദയത്തോടു കൂടെ ഒരു നിമിഷം നമുക്കായിരിക്കാം എല്ലാ കണ്ണുകളും അടച്ചാട്ടം.
എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം കർത്താവിനോട് സംസാരിക്കാം. ഹല്ലേലൂയ. ഈ ഹോളിലുള്ളവർ മുഴുവൻ എല്ലാ കണ്ണുകളും അടച്ച് സ്വർഗത്തിലേക്ക് നോക്കിയാട്ടെ. എന്നിട്ട് പറഞ്ഞ, കർത്താവേ, എൻ്റെ ജീവിതം നീ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ അറിഞ്ഞു. പൂർണ്ണമായിട്ടും നീ എന്നെ കണ്ടു. എൻ്റെ എല്ലാ വഴികളിലും നീ എന്നെ കണ്ടു. ഇന്ന് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഞാൻ എന്താകുന്നു അതായിട്ട് തന്നെ വരികയാണ്. എന്നെ ഒന്ന് കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഉള്ളങ്ങളും തുറന്ന് കർത്താവിനോട് നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയാട്ടെ. നിങ്ങളുടെ എല്ലാ അധരങ്ങളെ തുറന്ന് സംസാരിക്കണം. ആരും മൗനമായിരിക്കരുത്. എല്ലാ അധരങ്ങളും തുറന്ന് സംസാരിച്ചാട്ടെ. ഈ പ്രാരംഭ നിമിഷങ്ങളിൽ നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് കടന്നു പോകുന്നത്. ദൈവമായിട്ടൊരു ആഴമായ ബന്ധം. ഇപ്പോൾ നമ്മൾക്കൊണ്ട് എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞാട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ വന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ നിങ്ങൾ ഏറ്റു പറഞ്ഞാട്ടെ. ദൈവത്തോട് പറഞ്ഞേ, കർത്താവേ, ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്, ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട്, ഇങ്ങനൊരു പ്രശ്നം എനിക്ക് സംഭവിച്ചു, ഇങ്ങനൊരു പാപം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഇങ്ങനെയൊരു കുറവ് എനിക്കുണ്ട്, ഇങ്ങനൊരു ബലഹീനത എനിക്കുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. കർത്താവേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, ഇന്ന് എന്നെ ഒന്ന് സ്പർശിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളെ കർത്താവ് തൊടുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മനസ്സുകളും തുറക്കപ്പെടട്ടെ. മനസ്സുകളെല്ലാം തുറക്കപ്പെടട്ടെ. നിങ്ങൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാരെ മറന്നിട്ട്, പപ്പയെ മമ്മിയെ മറന്നിട്ട്, നിങ്ങളുടെ അധ്യാപകരെ മറന്നിട്ട്, കൂട്ടുകാരെ മറന്നിട്ട്, കർത്താവിനെ മാത്രം ഒരു നിമിഷം നിങ്ങളുടെ ജീവിതം കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ മാത്രം ചെന്നാട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന നിമിഷത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരികയാ. വിശ്വസിക്കുന്നവർ കർത്താവിനോട് സംസാരിച്ചാട്ടെ. എല്ലാവരും സംസാരിച്ചാട്ടെ. പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞാട്ടെ. ആരും മിണ്ടാതിരിക്കരുത്. എല്ലാവരും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയണം. എല്ലാവരും നിങ്ങളുടെ കുറവുകൾ ഏറ്റു പറയണം. നിങ്ങളുടെ വിഷമങ്ങൾ കർത്താവിനോട് പറയണം. നിങ്ങളുടെ ബലഹീനതകൾ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് കർത്താവേ എന്ന് കർത്താവിനോട് പറയണം. പപ്പയോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ, മമ്മിയോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ, കൂട്ടുകാരോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ, പാസ്റ്ററിനോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ, ടീച്ചേഴ്സിനോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ, നിങ്ങളിപ്പോൾ അത് യേശു കർത്താവിനോട് പറഞ്ഞാട്ടെ. ഇതുപോലെ നിങ്ങൾ അറിയുന്ന വേറെ ആരുമില്ല. അതുകൊണ്ട് മനസ്സുകളെ തുറന്ന് കർത്താവിന് നിങ്ങളൊന്ന് സംസാരിച്ചാട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ രാമ ഹന്ദന മനസന്തൽ പ്രൗഢവാർദ്ധകസിക്ക് പ്രകടക ശന്തൽ ഖബനാർദ്ധക സിഖാന ഹടഗദിയ അർത്തുഡാല വക്ഷസേഖേരിയാന്തേരി. സ്പർശിക്കണമേ കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ സാന്നിധ്യം ഈ ഹോളിനകത്ത് ഇപ്പോൾ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മനസ്സുകളെ തുറക്കണമേ, എല്ലാ മനസ്സുകളെ തൊടണമേ. എല്ലാ ഹൃദയത്തിൻ്റെയും അടിത്തട്ടിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ സ്ഥലം നിങ്ങൾ തന്നെ സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ടല്ലാതെ നിങ്ങൾക്ക് അതിന് പറ്റത്തില്ല. പ്രാർത്ഥനയുടെ ആത്മാവ് വന്ന് നിങ്ങളെ സഹായിച്ചിട്ടല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താട്ടെ കർത്താവിന് വേണ്ടി. ആദ്യം നമ്മൾ പാട്ട് പാടുന്നില്ല. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ ബന്ധത്തിലേക്ക് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഉള്ളങ്ങളെ തുറന്ന, മനസ്സുകളെല്ലാം തുറന്ന, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ, ഏറ്റവും അധികം വിശ്വസിക്കാൻ പറ്റുന്നവരെ പോലെ കർത്താവിനോട് പറയാം. എല്ലാം പറയാം. ജീസസ്. റോബ ശാന്തൽ കമാന ഘടക ശഖമമ ഓ റമ ശഖതലബലബ സന്തലാറമ റിബാല ഘടക ശാന്തൽ കമാനി ഘടക ജനക തുടിബിനിഗസി അർത്തുഡാലബ ശാന്തേരി മൗഷസിയാന്തേരി മൗഷസ്മാനിയാന്തരാല റിബടബ ജനബ ശബർത്തിബിനി ഘടക ശഖമാനിയ അർത്ത ഘടക ചഗര തലഗര ഘടക ശഖമാനിയാന്തേരി റിബാറമ ഹത്തുഡാലബ ശാന്തൽ കമാനിയാന്തേരിയ അർത്തുഡാര ഘടക ജനക തുടിബിനി ഘടക ശഖമാനിയ. യേശു കർത്താവേ, ഞങ്ങളുടെ രക്ഷകനാകുന്ന യേശു കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്പർശിക്കണം. അങ്ങ് തന്നെ ഞങ്ങളെ തൊടണം. ഒരു മനുഷ്യന് ഞങ്ങളെ തുടരുതെന്ന്, ഒരു മനുഷ്യന്റെ ശബ്ദം ഞങ്ങളെ തുടരുത്, ഒരു മ്യൂസിക് ഞങ്ങളെ തുടരുത്. ഹല്ലേലൂയ എന്ന് യേശു കർത്താവ് തന്നെ തൊട്ടേ മതിയാകൂ. ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്നു. യേശുവേ, എന്നോട് തുടരണമെന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, എന്നെ ഒന്ന് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ എല്ലാ മനസ്സുകളെ തുറന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞ്, എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് കർത്താവിനോട്. നിങ്ങൾക്ക് ആവശ്യമാണോ? നിങ്ങളുടെ ആവശ്യം പറഞ്ഞാണ് കർത്താവിനോട്. യേശു കർത്താവേ, ഇപ്പോൾ എല്ലാ മനസ്സുകളിലേക്കും, എല്ലാ മർത്യശരീരങ്ങളിലേക്കും ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ.
ബകചല ബറധുര മനഹന്ദരാജന അർത്തുടി വച്ച പ്രൗഢമർത്തനം ദല ഘടകജഗസി റീവനാമ ശാന്തൽ ഖബാരഘടക ശൗഡബാലവ അർത്ഥകരഘടക ശൗഡബർത്തുടി വിരിഘടകസിയ അർത്ഥക്കൽക്കച്ചാരം വൈക്ഷമധുരാലകസി. ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്താണ്. ഇന്ന് നിങ്ങളുടെ മേൽ ദൈവം പകരും അഭിഷേകത്തെ. ദൈവത്തിന്റെ ശക്തിയെപ്പറ്റി പ്രാരംഭ നിമിഷങ്ങളിൽ നിങ്ങൾ ഒരുങ്ങുന്ന ഒരുക്കത്തില്ല ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ചിലതിനെ പകരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരുങ്ങിയാട്ടെ, എല്ലാ മനസ്സുകളും ഒരുങ്ങിയാട്ടെ. ഹല്ലേലൂയ. അടബറബടബ ശൗഡബലബടബ തുടബലബടബ ഉടബറഘടക ജനകതുടി വിരിഘടകസി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അക്കരങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം പറയാം, കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട്, എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട്. കരങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ച് യേശു കർത്താവിനോട് ഒരു നിമിഷം പറഞ്ഞാൽ ആരും നാണിക്കരുത് കർത്താവിനോട് സംസാരിക്കാൻ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ, ഇന്ന് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട്, ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു പറഞ്ഞാട്ടെ കർത്താവിനോട്. ഓ ദൂരെ പോകേണ്ട നീ ധൈര്യത്തോടടുത്തുവാ, നിൻ പാപങ്ങളെ അവൻ കഴുകും തൻ രക്തത്താൽ. ദൂരെ പോകേണ്ട നീ ധൈര്യത്തോടടുത്തുവാ, നിൻ പാപങ്ങളെ അവൻ കഴുകും തൻ രക്തത്താൽ. മനസ്സിൽ വിങ്ങുവാ മുറിവിൻ വേദന ഒരു നാളും പിരിയാത്ത യേശു വാങ്ങിടും. മനസ്സിൽ വിങ്ങുമാ മുറിവിൻ വേദന ഒരു നാളും പിരിയാത്ത യേശു വാങ്ങിടും. നിന്നെ സ്നേഹിച്ചിടുന്ന യേശു നിൻ സ്നേഹിതൻ, നിന്നെ സ്നേഹിച്ചിടുന്ന യേശു നിൻ സ്നേഹിതൻ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ പാപത്തെ കഴുകുന്ന യേശു കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കഴുകും. നിങ്ങൾ അടിമുടി കഴുകുന്ന ദൈവത്തിന്റെ രക്തത്തിന്റെ ശക്തി, യേശു കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളത് ഏൽപ്പിച്ചു കൊടുത്ത് സ്വീകരിച്ചാട്ടെ. ഒരു നിമിഷം മനസ്സുകളെല്ലാം തുറന്ന് കർത്താവിനോട് നന്ദി പറയാൻ, കർത്താവിനോട് നന്ദി പറയാൻ, കർത്താവിനോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്. ഓ ഹല്ലേലൂയ. ഓ പാപത്തിൽ വീണുവോ, ദുഃഖത്തിൽ ആണ്ടുവോ, നിന്നയിൻ പാത്രമായി തല താഴ്ത്തി നിന്നുവോ. പാപത്തിൽ വീണുവോ, ദുഃഖത്തിൽ ആണ്ടുവോ, നിന്നയിൻ പാത്രമായി തല താഴ്ത്തി നിന്നുവോ. മനം നീറിയോ, ഉള്ളം കലങ്ങിയോ, അനാഥനെ പോലെ ഏകനായോ നീ. മനം നീറിയോ, ഉള്ളം കലങ്ങിയോ, അനാഥനെ പോലെ ഏകനായോ നീ. നിന്നെ സ്നേഹിച്ചിടുന്ന യേശു നിൻ സ്നേഹിതൻ, നിന്നെ സ്നേഹിച്ചിടുന്ന യേശു നിൻ സ്നേഹിതൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ? വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ എല്ലാം ജീവിതമാണത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നിങ്ങൾ 2K കിഡ്സ് ആണെങ്കിൽ, 2000-ന് ശേഷം ജനിച്ചവർ, 1995-ന് ശേഷം ജനിച്ച കുഞ്ഞുങ്ങളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതമാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പണ്ട് കാലത്ത് ഒരു 40 വയസ്സുകാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്രയും സംഭവ ബഹുലമായ വലിയ കാര്യങ്ങൾ ഇന്നൊരു കൊച്ചു കുഞ്ഞിന്റെ കൺമുമ്പിൽ കാണുക. പ്രൈസ് ദി ലോർഡ്. അത്രമേൽ ഭീകരമായ കാലമാണിത്.
ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതം പലയിടങ്ങളിൽ ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആരൊക്കെയോ നിങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടേക്കോ നിങ്ങൾ അവസാനിച്ചെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ, നിങ്ങൾ കുടുങ്ങിപ്പോയെന്ന് വിചാരിച്ചെങ്കിൽ, നിങ്ങൾ പുറത്തെടുക്കുന്ന ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ഒരൊറ്റ മനുഷ്യനും പറ്റത്തില്ലായിരിക്കും രക്ഷിക്കാൻ, പിന്നെ കർത്താവിന് പറ്റും. ഇന്ന് കർത്താവ് നിങ്ങളുടെ കരം പിടിക്കുകയാണ്. ഊരാ കുടുക്കിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു, നിങ്ങളെ കർത്താവ് പുറത്തെടുക്കും. ആമേൻ, ഹല്ലേലൂയ. പുറത്തു വരാൻ പറ്റാത്ത വിഷയത്തിൽ കിടക്കുവാണെങ്കിൽ നിങ്ങളെ പുറത്തെടുക്കുന്ന ദൈവം നിങ്ങളുടെ അരികിൽ നിൽക്കുന്നു. ടൈറ്റസ്, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാട്ടെ, എല്ലാ ഹൃദയങ്ങളും തുറന്ന കർത്താവിന്റെ കൈകളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഒരിക്കൽ കൂടെ ആ വരികൾ ഞങ്ങൾ പാടുമ്പോൾ നിങ്ങൾ ഹൃദയം തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം. ഈ കർത്താവ് നിങ്ങളുടെ സ്നേഹിതനാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. മനസ്സുകളെല്ലാം തുറന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സഹോദരന്മാരെല്ലാം വെറുതെ ഇരിക്കുന്നു, ആരും വെറുതെ ഇരിക്കരുത്. എന്നോട് ചേർന്ന് പാടണം, കർത്താവിനോട് സംസാരിക്കണം. ആമേൻ. ഈ ഹോളിലുള്ളവരെ മുഴുവൻ മനസ്സുകൾ തുറന്ന് കർത്താവോട് സംസാരിച്ചാട്ടെ, പാടിയാട്ടെ. പാപത്തിൽ വീണുവോ, ദുഃഖത്തിൽ ആണ്ടുവോ, നിന്നയിൻ പാത്രമാ തല താഴ്ത്തി നിന്നുവോ, പാപത്തിൽ വീണുവോ, ദുഃഖത്തിൽ ആണ്ടുവോ, നിന്നയിൻ പാത്രമായി തല താഴ്ത്തി നിന്നുവോ, മനം നീറിയോ, ഉള്ളം കലങ്ങിയോ, അനാഥരെ പോലെ ഏകനായോ നീ, മനം നീറിയോ, ഉള്ളം കലങ്ങിയോ, അനാഥരെ പോലെ ഏകനായോ നീ, നിന്നെ സ്നേഹിച്ചിടുന്ന യേശു നിൻ സ്നേഹിതൻ, നിന്നെ സ്നേഹിച്ചിടുന്ന യേശു നിൻ സ്നേഹിതൻ. ദൂരെ പോകേണ്ട നീ ധൈര്യത്തോടടുത്തുവാ, നിൻ പാപങ്ങളെ അവർ കഴുകും തന്റെ രക്തത്താൽ. ദൂരെ പോകേണ്ട നീ ധൈര്യത്തോടടുത്തുവാ, നിൻ പാപങ്ങളെ അവർ കഴുകും തന്റെ രക്തത്താൽ. മനസ്സിൽ വിങ്ങുമാ മുറിവിൻ വേദന, ഒരു നാളും പിരിയാത്ത യേശു വാങ്ങിടും. മനസ്സിൽ വിങ്ങുമാ മുറിവിൻ വേദന, ഒരു നാളും പിരിയാത്ത യേശു വാങ്ങിടും. നിന്നെ സ്നേഹിച്ചിടുന്ന യേശു നിൻ സ്നേഹിതൻ, നിന്നെ സ്നേഹിച്ചിടുന്ന യേശു നിൻ സ്നേഹിതൻ, നിന്നെ സ്നേഹിച്ചിടുന്ന യേശു നിൻ സ്നേഹിതൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം അല്പസമയം. കർത്താവിനെ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ്. എന്നിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് കർത്താവിനെ ഒന്ന് അംഗീകരിച്ച്, ഹൃദയം കൊണ്ട് നിങ്ങളൊന്ന് അംഗീകരിച്ച് ഈ പ്രഭാതത്തിൽ ഈ ഹോളിനകത്തുള്ള ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തോട് എല്ലാവരും പ്രതികരിച്ചുകൊണ്ട്, എല്ലാ മനസ്സുകളെ തുറന്നുകൊണ്ട് കർത്താവിനോട് സംസാരിക്കാം. എല്ലാവരും ഇത് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഹൃദയത്തെ സംസാരിക്കുന്ന, നമ്മൾ കേൾക്കുന്ന ദിവസമാണ്. മറ്റൊന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെറുതെ ഡാൻസ് കളിച്ച് പാട്ട് പാടി പോകത്തില്ല എന്നാരും. എല്ലാവരും കർത്താവുമായിട്ട് ബന്ധത്തിലേക്ക് ഹൃദയം തുറന്ന് കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ചേർന്ന് പാടിയാണ്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി. ഓ യേശു മാത്രം മതി, യേശു മാത്രം. മനസ്സുകളെല്ലാം തുറക്കുക. യേശു മാത്രം. എല്ലാവരും പറഞ്ഞാട്ടെ, എനിക്ക് യേശു മാത്രം മതി. എല്ലാ മനസ്സും തുറന്ന് കർത്താവിനോട്
യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു ഒരിക്കൽ കൂടെ, യേശു മാത്രം, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഓ അങ്ങേക്കാൾ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. മനസ്സ് തുറന്ന് പറഞ്ഞാൽ യേശുവിനോട് അങ്ങേക്കാൾ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ക്ഷീണിതനാകുമ്പോൾ, ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഓ അങ്ങേക്കാൾ വേറെ ഒന്നി, യേശു കർത്താവേ. ഹല്ലേലൂയ. ഓ യേശുവേ, നീ മാത്രം മതി, നീ മാത്രം, ഓ നീ മാത്രം, നീ മാത്രം എനിക്ക്. യേശു മാത്രം, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഓ യേശു മാത്രം, ചേർന്ന് പറയാം, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം എനിക്ക്. ഓ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നാലെയും ഇന്നും എന്നും. മനസ്സെല്ലാം തുറന്ന് കർത്താവ് പറഞ്ഞു. ഓ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം, ഓ ഭാരമുള്ളിൽ ഓ നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിൽ. ഓ സാരമില്ലെന്ന്, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും. ഓ അരികിൽ വരുവാൻ, അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ ആരുമിതുപോൽ ഒരുവൻ. ഹല്ലേലൂയ. അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ ആരുമിതുപോൽ ഒരുവൻ. ഹല്ലേലൂയ. മനസ്സുകളെല്ലാം കർത്താവിലേക്ക് ചായട്ടെ. ഇന്ന് നിങ്ങൾക്ക് ആശ്വസിക്കുവാൻ ഒരേ ഒരു കാരണം കർത്താവ് ആകുന്ന യേശു ക്രിസ്തുവാണ്.
നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അനേകം വഴി യേശു കർത്താവാണ്. ഇതുപോലെ ഒരു ക്യാമ്പിൽ ഒരിക്കൽ ഞാൻ ചെന്നിരുന്നപ്പോൾ 2015 കഥയാണ് ഞാൻ പറയുന്നത്. അന്ന് കർത്താവ് എൻ്റെ അടുക്കിലേക്ക് വന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ജീവിതം വന്ന് മാറി. ആ കഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഇതുപോലൊരു ക്യാമ്പിൽ എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. ഒരു പ്രതീക്ഷയും ജീവിതത്തെക്കുറിച്ചില്ലാതിരുന്ന നാളുകളിൽ എന്തായി തീരും അടുത്ത വർഷമെന്ന് എനിക്കറിയത്തില്ല, അടുത്ത മാസം ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ആ നിലവാരത്തിൽ ഹല്ലേലൂയ ഒരു ക്യാമ്പിൽ ചെന്നിരുന്നപ്പോൾ ആ ദൈവം എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ദൈവം തിരുത്തി എൻ്റെ ജീവിതത്തെ വേറൊരു വഴിയിലേക്ക് തിരിച്ചു. അങ്ങനെ എൻ്റെ ജീവിതം മാറിയത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ ഇതിനകത്ത് നിൽക്കുന്ന നിങ്ങളുടെ ജീവിതം നാളുകളിൽ മാറും. ദൈവം നിങ്ങളുടെ ജീവിതം തിരിക്കും. ആരുടെ ജീവിതത്തിലാണ് ദൈവം ഇത് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ സമർപ്പിച്ചാണ്, നിങ്ങൾ ഹൃദയം കൊണ്ട് സമർപ്പിച്ചാണ്. നിങ്ങൾ സമർപ്പിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കഥ പറയാം. പ്രൈസ് ദി ലോർഡ്. ഒരു പാസ്റ്റർ മോനാ ഞാൻ, എൻ്റെ അനിയനായി നിൽക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വേല ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ. ഒരിക്കലും ഞാൻ വേലയ്ക്ക് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിന്ന ഞാൻ ഒരിക്കലും ഒരു ക്യാമ്പിൽ ചെന്നു. ആ ക്യാമ്പിന് ഞാൻ പോയപ്പോൾ മമ്മിയോട് ഞാൻ വഴക്കുണ്ടാക്കിയ ഞാൻ പോയാൽ തിരിച്ചു വരും, എനിക്ക് ഇഷ്ടമല്ല പോകുന്നത്. കാരണം അതിന് മുമ്പ് ഒരു ക്യാമ്പിൽ ഞാൻ പോയി ഞാൻ മനസ്സുമെടുത്താ വന്നേ. ഞാൻ ആഗ്രഹിച്ചൊന്നുമില്ല എനിക്ക് അവിടെ കിട്ടിയത്. അവിടെ ഞാൻ എനിക്ക് കിട്ടിയത് കരിയർ ഗൈഡൻസ് ആണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ആഗ്രഹിച്ചത് കർത്താവുമായിട്ട് ഒരു ബന്ധമായിരുന്നു. അത് കിട്ടാതെ വന്ന പിന്നെ ഒരിക്കലും ഒരു ക്യാമ്പിൽ പോകത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്ന വ്യക്തി. ആ വ്യക്തിയായ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ ഇനി പോകത്തില്ല. എന്നാൽ മമ്മിയും പാപ്പയോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോരെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ചെന്ന് അന്ന് വൈകുന്നേരം അവിടെ വർഷിപ്പ് ദൈവദാസന്മാരെ തുടങ്ങി. ആ വർഷിപ്പിനകത്തുണ്ടായ ദൈവ സാന്നിധ്യം എന്നെ അവിടെ പിടിച്ചിരുത്തി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ 5 ദിവസം ഞാൻ വീട്ടിൽ തിരിച്ചു പോയില്ല. അവസാന ദിവസം ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പണമുള്ളവർ എല്ലാവരും മുമ്പോട്ട് വരാൻ വേണ്ടി ലാസ്റ്റ് സെക്ഷനിലെ ദൈവദാസൻ വിളിച്ചു. ആ സമയത്ത് എൻ്റെ അനിയനടക്കം എല്ലാവരും മുമ്പോട്ട് വന്നു. 100 പിള്ളേർ കൂടുന്ന ക്യാമ്പിൽ 99 പേരും സ്റ്റേജിന്റെ ചുറ്റും വന്ന് നിന്നു. ഞാൻ മാത്രം ഏറ്റവും പുറകെ മാറിപ്പോയി നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റയ്ക്ക്, കാരണം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കർത്താവിന്റെ വേല ചെയ്യാൻ. ആമേൻ. ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ച് ഇഷ്ടമില്ലാത്ത രീതിയിൽ മാറി നിന്നു. എനിക്ക് വേണ്ട എന്നുള്ള നേരത്ത് മാറി നിന്നു. നിങ്ങൾക്കറിയാമോ, ആ ദൈവദാസൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാ പിള്ളേരെ വകഞ്ഞു മാറ്റി 2 വശത്തേക്ക് പിള്ളേരെ മാറ്റിയിട്ട് നേരെ ഇറങ്ങി പുറകോട്ട് വന്നു. ആമേൻ. ഹല്ലേലൂയ. നേരെ പുറകോട്ട് വന്ന് എൻ്റെ തല കൈവച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഉള്ളിൽ ഞാൻ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച വ്യക്തിയായിരുന്നു. അതെല്ലാം എനിക്ക് നഷ്ടമായി, ഉൾവലിഞ്ഞു പോയി. കൈവച്ച നിമിഷത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും നിറഞ്ഞൊഴുകി അന്യഭാഷയായി അടയാളങ്ങളായി എനിക്ക് അതിൻ്റെ ഉള്ളിൽ വീണ്ടും അത് വെളിപ്പെട്ടു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ ജീവിത ദൈവം ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിമറിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോയില്ല. ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ ബൈബിൾ കോളേജിൽ പോവാ, അവിടെ തന്നെ ചേരുമെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, മോൻ ചേർന്നോ, ഡ്രസ്സൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് എൻ്റെ ഡ്രസ്സെല്ലാം പപ്പ പാക്ക് ചെയ്ത് അവിടെ കൊണ്ടുവന്നു. 5 വർഷം കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ കയറിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു വേർതിരിച്ച് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാന കർത്താവിനെ അയച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് മത്സരിച്ച് കരങ്ങളോടെ കൈ ഉയർത്താൻ പറയുമ്പോൾ കൈ ഉയർത്താതെ, കണ്ണടയ്ക്കാൻ പറയുമ്പോൾ കണ്ണടയ്ക്കാതെ നിൽക്കുന്ന വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ കരം വരും. അങ്ങനെ വന്ന് നിങ്ങൾ ആള് മാറി ഇവനെ പോലെ മാറും. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിഞ്ഞാട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന പകലാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവിൻ്റെ കൈകളിലേക്ക് സുരക്ഷിതപരമായി ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് തൊടും, സൗഖ്യമാക്കും, ബലം തരും, ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. മനസ്സുകളെല്ലാം തുറന്ന് ഒരിക്കൽ കൊടുത്ത് കർത്താവ് സ്തുതിച്ചാട്ടെ. ചേർന്ന് പാടിയാണ്. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ല നോതി. ഹല്ലേലൂയ. തന്റെ മാർവിൽ എന്നെ ചേർത്തിട്ട്. ഇതൊക്കെ എൻ്റെ അനുഭവമാണ്. ഹല്ലേലൂയ. എൻ്റെ അനുഭവമാണ്. എനിക്കിന്ന് കർത്താവിനെ പിരിഞ്ഞ് വേറൊന്നും വേണ്ട. കർത്താവിനെ തന്നെ ഞാൻ സ്നേഹിക്കുന്നത്. കർത്താവിനേക്കാൾ വലുതായിട്ട് വേറൊന്നിനെ ഞാൻ കാണുന്നില്ല. ആമേൻ. നിങ്ങൾ അതിനേക്കാൾ വലുതായിട്ട് എന്തിനേയും കാണുന്നതുകൊണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടും. അത്രമേൽ ദൈവശക്തി നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പാടാൻ പോവുകയാണ്. നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിച്ചാട്ടെ. ഈ കർത്താവ് നിങ്ങളെ പൂർണ്ണമായിട്ട് അറിയുന്നു. അടിമുടി നിങ്ങളെ കാണുന്ന ദൈവം, അറിയുന്ന ദൈവം ഇപ്പോൾ നിങ്ങളുടെ അരികിൽ നിൽക്കുന്നുണ്ട്. ആ കർത്താവിനെ നിങ്ങൾ കരം പിടിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടച്ചിട്ട് കുഞ്ഞുങ്ങളെല്ലാം കർത്താവിനോട് വിളിച്ച് കർത്താവെ സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ എന്നെ തൊടണമേ. ഒരു മനുഷ്യനല്ല നിങ്ങളെ തൊടുന്നത്, എൻ്റെ വാക്കുകളല്ല നിങ്ങളെ തൊടുന്നത്, സാക്ഷാൽ ദൈവം തന്നെ തൊട്ടേ മതിയാകൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം കൂടെ കർത്താവിന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെ സ്പർശിക്കണമേ, എന്നെ തൊടണമേ, എൻ്റെ ജീവിതത്തെ സ്പർശിക്കണമേ, എന്നോട് സംസാരിക്കണമേ. അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതം വെളിപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് സംസാരിച്ചാട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സുകളെ തുറന്ന് കർത്താവിനോട്, നാളെ എന്നെ ജീവിതത്തിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പറഞ്ഞ കർത്താവിനോട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് പറയണമേ എന്ന് പ്രാർത്ഥിച്ച എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരത്തിൽ തരുന്നു പറഞ്ഞ് ഏൽപ്പിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു, താതൻ തിരുകരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തണച്ചു. താതൻ തിരുകരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തണച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു. താതൻ തിരുകരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തണച്ചു. താതൻ തിരുകരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തണച്ചു. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയാ. പരിശുദ്ധാത്മാവാൽ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം, അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം, അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. ഓ തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ. ഓ ഹല്ലേലൂയ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ യേശുവേ. ആമേൻ. അങ്ങേ ഞാൻ
നന്ദിയാ അങ്ങേ ഞാൻ യെസ് ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ദിനവും താരനെ നന്ദിയാ ദിനവും താരനെ നന്ദിയാ ജീസസ് ചേർത്ത് പാടി കർത്താവിനെ സ്തുതിക്കാം. മനസ്സുകളെല്ലാം തുറന്നൊരുക്കി കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഓ കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കരങ്ങളെ ചേർത്തടിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ജീസസ് വർത്തമാനഘടക സതൽകമാനിയാമരെ ആമേൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ഓ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഓ ഫറവോനു ഞാൻ ഇനി അടിമയല്ല. ഫറവോനു ഞാൻ ഇനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ ഓ കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ കുഞ്ഞാടിന്റെ ഓ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ഓ മറായ മധുരമാക്കി തീർക്കുമവൻ. മറായ മധുരമാക്കി തീർക്കുമവൻ. പറയും പിളർന്നു ദാഹം ഓ പറയും പിളർന്നു ദാഹം പോലും ഓ മറായ മധുരമാക്കി തീർക്കുമവൻ. മറായ മധുരമാക്കി തീർക്കുമവൻ. പറയും പിളർന്നു ദാഹം പോകുമവൻ. ഓ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഓ മരുവിലൻ ദൈവം എനിക്കധിപതിയെ. മരുവിലൻ ദൈവം എനിക്കധിപതിയെ. തരും അവൻ പുതുമന്ന അത് മതിയെ. തരും അവൻ പുതുമന്ന ഓ മരുവിലൻ ദൈവം എനിക്കധിപതിയെ. മരുവിലൻ ദൈവം എനിക്കധിപതിയെ. തരും അവൻ പുതുമന്ന അത് മതിയെ. തരും അവൻ പുതുമന്ന അത് മതിയെ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ ഓ മനോഹരമായ കനാൻ ദേശമേ. മനോഹരമായ കനാൻ ദേശമേ. അതെ എനിക്കഴിയാത്തൊരവകാശമേ. അതെ എനിക്കഴിയാത്തൊരവ ഓ മനോഹരമായ കനാൻ ദേശമേ. മനോഹരമായ ദേശമേ. അതെ എനിക്കഴിയാത്തൊരവകാശമേ. അതെ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ആനന്ദമേ പരമാനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ. കനാൻ ജീവിതം എനിക്കാനന്ദമേ. കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ
സങ്കേതവും എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ രക്ഷയും യേശുവത്രേ. ആ എൻ്റെ രക്ഷയും യേശുവത്രേ. ഓ എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ രക്ഷയും യേശുവത്രേ. ആ എൻ്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ്റെ രക്ഷയും ഹല്ലേലൂയ. എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ്റെ രക്ഷയും വൈധാനാമസേ. എൻ്റെ രക്ഷയും യേശുവത്രേ. ഓ എൻ്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ എപ്പോൾ കുഞ്ഞാടിന്റെ ആ വീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ മാറായ മധുരമാക്കി തീർക്കുമവൻ. മാറായ മധുരമാക്കി തീർക്കുമവൻ. പറയ പിളർന്നു ദാഹം. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ ഓ എന്റെ ബലം എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ രക്ഷയും യേശുവത്രേ. എന്റെ രക്ഷയും യേശുവത്രേ. എന്റെ ബലം എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ ബലവും ഹോ ഓ എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എന്റെ രക്ഷയും യേശുവത്രേ. ഓ എന്റെ രക്ഷയും യേശുവത്രേ. ഓ എന്റെ രക്ഷയും യേശുവത്രേ. വൈഡാനവനം പല വൈഡവനം സവനം തേരി വലവക്ഷ റെഖേരലേ നിവാന വൈഡാനവന വൈഡാനം തേര പൂജ തേര വിഡവം സവനം ചല വൈഡവനം സവനം ചല വൈഡവന വൈഡാനവനം തൽ വൈഡവനം ജസ് വൈസേ ഊടവലച്ചവനം തുടവൈടവ രാജകനാഥ ഔസലകൻ സംഭൈടവരം ദല വൈടവനേദേ വൈടം തേര തേര ഖേര സേരേ അർത്ഥചാരം വൈടവലംസം വൈടവരത്തി പ്രേമവലം സല വൈടവലം സവലംതവരം സോ വൈടവലം തുട വൈടവലം സവലംതവനേ രാം ദല വൈടവലം സവലം സവലം തവനം സവലം സവലം തകലം സകലം തേ അന്താ വൈടവലം സവലം തേ വൈടാവാന വൈടാനാശ ഹൗദേ അർത്ഥകച്ഛം വൈടവലം വലഹൗദവനം സലഗൻ സകലം സല വൈടവനാജാൻ റീവകാനവലം തേ രക്ഷസ് ഓ ശാം ദവനാന വൈസേ അർത്ഥകച്ഛം വൈടവലം സവലം തേ അർത്ഥലഗൻ സകലം തേരോ റീവകാനവലം തേ വൈടവലം വല വൈടവനം വൈടവലം സവലം തേരേ ഊടകാരകലം തേരി അർത്ഥലവം സവലം ധാര റീവകൗഡവനം തേരോ വൈടവലം സവലം തേര അർത്ഥകലക്ഷകലം തേരോ റീവകാര ഹംദസ് ഫ്രീഡവലം തൽ വൈടവനി അർത്ഥലകക്ഷകലം തേര റീവകാരവലം തേരോ വൈടവലം വലമൗഡവലം സവലം തവനാദ ഉടമൗഡവലം സവലം തുടവൈടവലം സവലം അടകലകടക ജടക തുടി വിടി ഗടക ജടകടക റിവലം സവലം സവനാദ വൈഷവലം തേര റീവരിയോര തേര തേര ശേര തേര തക്കച്ഛം വൈടം തേരം എന്റെ വാശൽ ചർന്നരദിച്ചാൽ ഭൂഡാബാന വൈഠാന അർത്ഥചത്തം വൈഷം പ്രൗഢേ വന്തസം വൈഷത്തം ചാസവലം തുടവൈടവലം സീര പ്രൗഢം ഈവലം ശവലം ശവലം വൈടവലം തലവം ശവലം ശവലം തവരം വൈടവനാഥകനാഥേ അർത്ഥവലം ശവലം ശവലം സഖേ വൈവേന തേര 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 വൈടവലം ശവലം തവലം ശവലം തവനി അർത്ഥലകൻ ശകരം തകരാതകനം തേര
Vida Pauda Varanza, Vida Varatera, Vida Tera, 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 Vida, 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 Pura Stedas, Stedas, Vida Valambala, Vida Vala, Antalaga Sagalam Tera, Vida Pauda Valanza, Vida Valambala, Vida Vala, Antalaga Sagalam Tero, Vida Valanza, 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 Saganata, Ganamde, Antacauda Valambala, Vida Valanza, Valato, Repere, Bele, Tera, Tera, Tera. Uda balam bala daga ganate uda bala bausa baraga daga sara oh riba ba faida daga sandara mana sandara reo vera ma sandar khama ida tuniya ആത്മാവിന്റെ ശക്തിയെ സ്വീകരിക്കുന്നവനെ സ്വീകരിച്ചോട്ടെ uda barra daga sauda barda masikaliya varta prauda vartuda daga sandal khamani arthagal daga janaga sauda barda masike riba ba la thura bana hamdala dudaya arthudi vidiga daga sandal khauda baucha ziyade. Thank you Holy Spirit. Hallelujah, hallelujah, hallelujah. കരങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. Hallelujah, praise the Lord. Amen. ഇരുന്നാട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.